നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. അതായത് ദിവാകരൻ ഉദിച്ച്, അതായത് സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ നക്ഷത്രക്കൂട്ടങ്ങൾ ചന്ദ്രപ്രഭയും എങ്ങോ പോയി മറയും. അതായത് നക്ഷത്രങ്ങളുടെ പ്രകാശം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അതുപോലെ ഉള്ളിൽ എന്താണ്, ജ്ഞാനസൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇന്ദ്രിയക്കൂട്ടങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സിൽ ശോഭയും എങ്ങോ പോയി മറയും. പക്ഷീഗണം, പക്ഷി സമൂഹം ഗരുഡനെ കണ്ട് കൈതൊഴുതു. പക്ഷിരാജാവായ ഗരുഡനെ കണ്ട് കൈതൊഴുതിട്ട് ഞങ്ങളെ കാത്തുകൊള്ളണേ രക്ഷിക്കുക എന്നടിമ നാരായണായ നമ. ഞങ്ങളെ കൈതൊഴുത രക്ഷിക്കുക എന്നടിമ നാരായണായ നമ. ഞങ്ങളെ ഗരുഡൻ, പക്ഷിരാജാവായ ഗരുഡനെ കണ്ട് കൈതൊഴുതിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. അതായത് ഇവിടെ പറയുന്നത്, നമ്മളുടെ പ്രാണൻ ഈശ്വരനെ കണ്ടിട്ട് ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംസാര വാരിതിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് അപേക്ഷിക്കുന്നത് പോലെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുപോലെ ഞങ്ങളെ മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ എണ്ണം എന്ന് അംഗീകരിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അതായത് നക്ഷത്രങ്ങൾ, സൂര്യൻ ഉദിക്കുന്നതോടുകൂടി നക്ഷത്രങ്ങളുടെ ശോഭ പോയി മറിയും. അതായത് ഇവിടെ നമ്മളുടെ മനസ്സിലെല്ലാം തന്നെ ജ്ഞാനസൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ നമ്മളുടെ അജ്ഞാനം പോയി മറയും എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടേതായ വിഷയങ്ങളെല്ലാം തന്നെ മാറിയിട്ട് ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ തന്നെ അവിടെ നമ്മളുടെ മുമ്പിൽ ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിക്കും, നമ്മളവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പറയുന്നത്. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ.